ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി മുത്തക്കിങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തക്കിങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറബ് ലോകത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആരംഭിച്ച ജനകീയ പ്രക്ഷോഭങ്ങൾ കെട്ടടങ്ങിയിട്ടില്ലാത്ത, ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ അറബ് ലോകത്തെ ഈ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുമ്പോൾ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചും പ്രത്യേകമായും ഈ സംഭവങ്ങൾ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
അറബ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ അതിൻ്റെ പര്യവസാനത്തിൻ്റെ കാര്യത്തിൽ ചില ആശങ്കകൾക്ക് വകവെക്കുന്നുണ്ട് എങ്കിലും അതിനേക്കാളേറെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശങ്ങളാണ് ഈ ജനകീയ സമരങ്ങൾ, ഈ സംഭവങ്ങൾ മുസ്ലിം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ സമരങ്ങളെല്ലാം തന്നെ ജനാഭിലാഷങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പൊതുമുതൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം സ്വേച്ഛാധിപതികളും ഏകാധിപതികളുമായ ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള ജനകീയ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമാണ്. തങ്ങളുടെ ഭരണാധികാരി ആരായിരിക്കണം എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കുവാനുള്ള അധികാരത്തെ, അഥവാ ജനാധിപത്യം എന്ന ആ മഹത്തായ മൂല്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അറബ് ലോകത്തെ പല ഭരണാധികാരികളും അധികാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും കുടുംബവാഴ്ചയുമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബവാഴ്ചയും ഇത്തരം ഏകാധിപത്യവും ഒരിക്കലും അംഗീകരിക്കാത്ത, ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവണതകളാണ്. ജനങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോടും അംഗീകാരത്തോടും കൂടി ആയിരിക്കണം ഭരണാധികാരി തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇത് ഇസ്ലാമിന്റെ മൗലികമായ ഒരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉള്ള ആളായിരിക്കണം തങ്ങളുടെ അമീർ അല്ലെങ്കിൽ തങ്ങളുടെ ഉമറാക്കൾ, തങ്ങളുടെ ഭരണാധികാരികൾ. അത് ജനങ്ങൾക്കുള്ള തെരഞ്ഞെടുക്കുവാനുള്ള മൗലികമായ ഒരു അവകാശമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജനാധിപത്യ മൂല്യത്തെ അട്ടിമറിക്കുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന കുടുംബവാഴ്ചയും ഏകാധിപത്യവും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകന്റെ പേരക്കുട്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായത്, അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് സ്വേച്ഛാധിപത്യത്തെ, കുടുംബവാഴ്ചയെ, ഏകാധിപത്യത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിന്റെ പേരിൽ മാത്രമായിരുന്നു. എന്താണ് കർബലയുടെ സന്ദേശം? കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വരിച്ചത് ആരാധനാപരമായ ഏതെങ്കിലും ഒരു തൗഹീദിന്റെ സംസ്ഥാപനത്തിനു വേണ്ടിയായിരുന്നില്ല. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ആരാധനാപരമായ അനാചാരത്തിനോ അന്ധവിശ്വാസത്തിനോ എതിരായിട്ടല്ല മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടി അദ്ദേഹം കർബലയിൽ ഷഹാദത്ത്, രക്തസാക്ഷിത്വം വരിച്ചു? എന്താണ് കർബലയുടെ ചരിത്രം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്താകുന്ന സന്ദർഭത്തിൽ തനിക്ക് ശേഷമുള്ള ഭരണാധികാരിയെ, മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരിയെ അള്ളാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. തന്റെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ അടുത്ത പിൻഗാമിയായി തെരഞ്ഞെടുത്തുകൊണ്ടല്ല പ്രവാചകൻ ഈ ലോകത്തോട് യാത്രയായത്. അതിനുള്ള അധികാരം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിലേക്ക് തിരിച്ച് യാത്രയായത്. റസൂല് നമസ്കാരത്തിൽ നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിന്റെ പേര് നിർദ്ദേശിച്ചുവെങ്കിലും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂല് ജീവിച്ചിരിക്കെ അദ്ദേഹത്തെയാണ്, അബൂബക്കറിനെയാണ് നമസ്കാരത്തിന് ഇമാമത്ത് നിർത്തിയത് എന്ന ചരിത്രത്തൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പേര്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിർദ്ദേശിക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു രംഗത്തേക്ക് വരുന്നത്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അവസാനിക്കുമ്പോൾ
അദ്ദേഹത്തിന് ശേഷം ആരായിരിക്കണമെന്ന ഭരണാധികാരി എന്ന ചിന്ത അദ്ദേഹത്തെ വേട്ടയാടുകയും അദ്ദേഹം ഉമറുൽ ഫാറൂഖിനെ ആ സ്ഥാനത്തേക്ക് ആലോചിക്കുകയും അതിനെ സംബന്ധിച്ച ഒരു ചരിത്രം ഒരു ഖുതുബയിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിന്റെ പേര് താൻ ജീവിച്ചിരിക്കെ തന്നെ മുസ്ലിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച് മുസ്ലിങ്ങൾ ബൈഅത്ത് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയായിരുന്നു ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്റെ മകനെ തനിക്ക് ശേഷം ഭരണാധികാരിയായി നിശ്ചയിച്ചുകൊണ്ടല്ല ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഈ സമുദായത്തിൽ മുസ്ലിം സമുദായത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ ഫാറൂഖ് ഉമറുൽ ഫാറൂഖിനെ മുസ്ലിങ്ങളുടെ മുമ്പിൽ പേര് നിർദ്ദേശിച്ച് മുസ്ലിങ്ങളുടെ ബൈഅത്ത് വാങ്ങിയിട്ടാണ് അദ്ദേഹത്തെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ ഖലീഫയാക്കുന്നത്. പിന്നീട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അവസാനിക്കുമ്പോൾ അബൂ ലുഅ്ലു എന്ന് പറയുന്ന ഒരു കൊലയാളിയുടെ കുത്തേറ്റ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ സന്ദർഭം അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ വേളയിലും അദ്ദേഹത്തെയും അലട്ടിയിരുന്ന ഒരു ചിന്ത, തനിക്ക് ശേഷം ആര് ഈ ഖിലാഫത്ത് ഏറ്റെടുക്കണം. ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് പേരുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നു. ആരുടെ പേരാണ് മുസ്ലിങ്ങളുടെ മുമ്പിൽ താൻ നിർദ്ദേശിക്കേണ്ടത്? അങ്ങനെ അദ്ദേഹം അതിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി പ്രമുഖരായ 6 പേരുടെ ഒരു കൂട്ടത്തെ, ഒരു ശൂറയെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഈ 6 പേരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 6 പേര് കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. എനിക്ക് ശേഷം മുസ്ലിങ്ങളുടെ അമീർ ആരാകണമെന്ന വിഷയത്തിൽ നിങ്ങൾ 6 പേര് കൂടി ചർച്ച ചെയ്ത് ശൂറ കൂടി ഒരു തീരുമാനത്തിലെത്തണം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു, എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെയും നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുപ്പിച്ചോളൂ, പക്ഷെ ഒരിക്കലും എന്റെ മകന്റെ പേര് നിങ്ങൾ അമീർ സ്ഥാനത്തേക്ക് നിശ്ചയിക്കാൻ പാടില്ല. നിങ്ങളുടെ കൂടിയാലോചന സമിതിയിലേക്ക് അബ്ദുള്ളയെ നിങ്ങൾ നിശ്ചയിച്ചോളൂ, പക്ഷേ ഈ സ്ഥാനത്തേക്ക് നിങ്ങൾ അബ്ദുള്ളയുടെ പേര് നിർദ്ദേശിക്കാൻ പാടില്ല എന്ന ഉപാധിയോടുകൂടി ഈ ശൂറയിൽ അദ്ദേഹത്തെയും ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം ആ 6 പേരടങ്ങുന്ന സംഘത്തോട് പറഞ്ഞു, നിങ്ങൾ കൂടി ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെ നിങ്ങൾ ഭൂരിപക്ഷം പേര് ഒരാളെ അഭിപ്രായപ്പെട്ടിട്ട് ആ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവനെ കൊന്നുകളഞ്ഞേക്കണം എന്നായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. അഥവാ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിക്കാത്തവൻ, അതാണ് ഇസ്ലാമിന്റെ ജനാധിപത്യ മൂല്യം. ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുക എന്ന വിഷയത്തിൽ ജനാധിപത്യം എന്ന സിസ്റ്റത്തെക്കാൾ ഏറ്റവും നല്ല ഒരു സിസ്റ്റം ലോകത്തില്ല. ഇസ്ലാം അംഗീകരിച്ച ഒരു വസ്തുതയാണ്. നിങ്ങളിൽ ഭൂരിപക്ഷം തെരഞ്ഞെടുത്ത ആൾക്ക് വിരുദ്ധനായി ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനെ വിസമ്മതിച്ചാൽ അയാളെ നിങ്ങൾ കൊന്നുകളഞ്ഞേക്കുക എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ 6 അംഗ സംഘത്തോട് വസിയത്ത് നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവർ 6 പേരും കൂടി കൂടിയാലോചിക്കുകയും അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ 3ാം ഖലീഫയായി പേര് നിർദ്ദേശിക്കുകയും ജനങ്ങൾ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം 3ാം ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. ഒരിക്കലും തന്റെ മകനെ വാഴിച്ചുകൊണ്ടല്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന് ശേഷം പിന്നെ ഈ 6 പേരിൽ അവശേഷിച്ച ഒരാളായിരുന്നു അലി റളിയല്ലാഹു അൻഹു, പ്രമുഖനായ സഹാബി. പ്രവാചകന്റെ മകൾ ഫാത്തിമയെ വിവാഹം കഴിച്ച പ്രവാചകന്റെ കുടുംബത്തിൽ തന്നെ രക്തബന്ധത്തിൽ തന്നെ പെട്ട അലി ഇബ്നു മുർത്തള അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മുസ്ലിങ്ങൾ 4ാം ഖലീഫയായി തെരഞ്ഞെടുത്തു. അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തോടം മുതൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി. മുആവിയ എന്ന് പറയുന്ന സിറിയയിലെ ഗവർണറായിരുന്ന ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുഖ്യ ഗവർണറായിരുന്ന മുആവിയ ഞാനാണ് ഖിലാഫത്തിന് കൂടുതൽ അർഹൻ എന്ന വാദവുമായി രംഗത്ത് വരികയും അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്തിനെ ഇമാറത്തിനെ അംഗീകരിക്കാതെ വിസമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അലിയും മുആവിയയും അവർ തമ്മിലുള്ള കുറെ യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണം വരെ മുസ്ലിം സമൂഹത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം തന്നെയാണ് ഖലീഫയായി അംഗീകരിക്കപ്പെട്ടത്. അതിനുശേഷം പിന്നെ സ്വാഭാവികമായി മുആവിയയുടെ കയ്യിലേക്ക് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണം എത്തിച്ചേരുകയാണ്. മുആവിയയുടെ കയ്യിലേക്ക് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണം എത്തിച്ചേർന്നതോടുകൂടി
ഇസ്ലാമിക സമൂഹത്തിൽ ചില അനാവശ്യമായ പ്രവണതകൾ വന്നു ചേരാൻ തുടങ്ങി. കുടുംബക്കാർ ഭരണത്തിൽ വേണ്ട വിധത്തിലുള്ള സ്വാധീനം ചെലുത്താൻ തുടങ്ങി. പൊതുസ്വത്ത് കുടുംബത്തിലെ അംഗങ്ങൾ വീതം വെക്കുന്ന തരത്തിലോട്ടൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചെറിയ ചില ജീർണതകൾ കണ്ടു തുടങ്ങിയത് ആ കാലഘട്ടം മുതലാണ്. അങ്ങനെ മുആവിയയുടെ കാലഘട്ടം അവസാനിക്കുന്ന വേളയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ തനിക്ക് ശേഷം അടുത്ത ഭരണാധികാരിയായി തന്റെ മകൻ യസീദ് ഇബ്നു മുആവിയ, തന്റെ മകനെ വാഴിച്ചുകൊണ്ട് യസീദിനെ അടുത്ത ഭരണാധികാരിയായി അവതരിപ്പിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തെ അധികാരം ഏൽപ്പിച്ചുകൊണ്ടാണ് മുആവിയ ഈ ലോകത്തോട് വിട പറയുന്നത്. അവിടെ നിന്നാണ് ഇസ്ലാമിന്റെ ഖിലാഫത്ത് മുലൂക്കിയത്തിലേക്ക് അഥവാ രാജവാഴ്ചയിലേക്ക് നീങ്ങുന്നത്. തനിക്ക് ശേഷം തന്റെ മകനെ വാഴിച്ചുകൊണ്ട് മുആവിയ യസീദ് എന്ന് പറയുന്ന തന്റെ മകനെ യസീദ് ഇബ്നു മുആവിയയെ തനിക്ക് ശേഷം മുസ്ലിം സമൂഹത്തിന്റെ അധികാരസ്ഥാനത്ത് കൊണ്ടിരുത്തി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഭരണം ഈ കുടുംബവാഴ്ചയിലേക്കാണ് ഏതാനും ചില സന്ദർഭങ്ങളിൽ ഒഴികെ. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെയുള്ള രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ചില ഭരണാധികാരികൾ വന്നു എന്നതൊഴികെ പിന്നീട് മുസ്ലിം ലോകത്തിന്റെ ഭരണം എന്ന് പറയുന്നത് കുടുംബവാഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം മുആവിയയുടെ കാലഘട്ടം മുതൽ ഏകാധിപത്യത്തിലേക്കും കുടുംബവാഴ്ചയിലേക്കും നീങ്ങിയ ആ ഒരു സന്ദർഭത്തിൽ യസീദിന്റെ ഈ ഖിലാഫത്ത് സ്ഥാനം, അദ്ദേഹത്തിന്റെ ഇമാറത്ത്, ആ നേതൃത്വം അംഗീകരിക്കാൻ അന്ന് ജീവിച്ചിരുന്ന പ്രവാചകന്റെ പൗത്രൻ, പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ നിലപാടിതായിരുന്നു, ഈ കുടുംബവാഴ്ച ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയില്ല. പിതാവ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ മകൻ ഭരണാധികാരിയാവുക, അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ ഭരണരംഗത്തേക്ക് വരിക, മുസ്ലിങ്ങളുടെ അഭിപ്രായം മാനിക്കാത്ത, മുസ്ലിം സമൂഹത്തിന്റെ അഭിപ്രായത്തെ ഹനിക്കപ്പെടുന്ന ഈ കുടുംബവാഴ്ച ഇസ്ലാമിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആ പോളിസിയിൽ നിന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിന് ബൈഅത്ത് ചെയ്തില്ല. യസീദിന്റെ ഭരണ നേതൃത്വത്തെ അദ്ദേഹം വിസമ്മതിക്കുകയും അദ്ദേഹം അനുസരണ പ്രതിജ്ഞ ചെയ്യാതെ വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചരിത്രം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അങ്ങനെ യസീദിന് ബൈഅത്ത് ചെയ്യാതെ അദ്ദേഹം മാറി നിൽക്കുകയും പിന്നീട് കൂഫക്കാരുടെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് തന്റെ കുടുംബവുമായി പുറപ്പെട്ട സന്ദർഭത്തിൽ യസീദിന്റെ മുഖ്യ സൈനാധിപനായിരുന്ന ഇബ്നു സിയാദ് കർബല എന്ന സ്ഥലത്ത് വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നേരിടുകയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആ സംഘം, 100-ൽ താഴെയുള്ള ഒരു ചെറിയ സംഘം, ആ സംഘത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇബ്നു സിയാദ് ആവശ്യപ്പെട്ടു, യസീദിന് ബൈഅത്ത് ചെയ്യണം, നിർബന്ധമായി അനുസരണ പ്രതിജ്ഞ വാങ്ങിക്കുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, യസീദിന് ബൈഅത്ത് ചെയ്യുന്ന പ്രശ്നമില്ല, യസീദിന് ബൈഅത്ത് ചെയ്യുന്നതിനേക്കാൾ മരണമാണ് ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നിലപാടിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ കർബലയിൽ വച്ച് യസീദിന്റെ മുഖ്യ സൈനാധിപനായ ഇബ്നു സിയാദ് എന്ന് പറയുന്ന, ചരിത്രത്തിൽ ക്രൂരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന തരത്തിൽ അതിക്രൂരമായ അക്രമങ്ങളാണ്, പീഡനങ്ങളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിലുള്ള ആ സൈന്യം കാട്ടിക്കൂട്ടിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കർബലയിൽ വച്ച് യസീദിന്റെ ഈ ഇമാറത്തിനെ വിസമ്മതിച്ചതിന്റെ പേരിൽ ഇബ്നു സിയാദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നേരിടുകയാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. എങ്കിലും ധീരമായ രൂപത്തിൽ അദ്ദേഹം പൊരുതി. യസീദിന്റെ മുൻപിൽ അടിയറ വെക്കാതെ, സ്വേച്ഛാധിപത്യത്തെ അംഗീകരിക്കാതെ വിസമ്മതിച്ചുകൊണ്ട് ഏകനായി നിന്ന് കർബലയിൽ പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു പൊരുതുകയാണ്. അവസാനം അദ്ദേഹം വീണു. ചരിത്രം പറയുന്നു 60-ലേറെ വെട്ടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ്. വാളുകൊണ്ടും കുന്തം കൊണ്ടും 60-ലേറെ മാരകമായ മുറിവുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കാണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കൊന്നു എന്ന് മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് കൊല്ലുകയും കൊന്നതിന് ശേഷം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അറുത്തെടുത്ത് അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ചു. എന്നിട്ട് ഈ സൈനികർ ആ ശിരസുമായി തങ്ങളുടെ മുഖ്യ സൈനാധിപനായ ഇബ്നു സിയാദിന്റെ അടുക്കൽ കൊണ്ടുപോയി വച്ചു, ദാ ഹുസൈന്റെ തല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ സന്ദർഭത്തിൽ തന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചേതനയേറ്റ ആ തല, അദ്ദേഹത്തിന്റെ ചോര വാർന്നൊലിച്ച വിവർണമായി പോയ അദ്ദേഹത്തിന്റെ ആ ശിരസ്സിനോട് അനാദരവ് കാണിച്ചുകൊണ്ട് ഇബ്നു സിയാദ് തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട്
ഹുസൈൻ റളിയല്ലാഹുവിന്റെ കണ്ണിലും മൂക്കിലും അദ്ദേഹത്തിന്റെ കവിളിലുമൊക്കെ ഇട്ട് ഇങ്ങനെ കുത്താൻ തുടങ്ങി. ഞങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിച്ച ശിരസാണിത്. എന്നിട്ട് അവസാനം തന്റെ കയ്യിലുണ്ടായിരുന്ന ഈ വടികൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ അറ്റുപോയ ആ തലയിലിട്ട് ഇങ്ങനെ കുത്തിയ കൂട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചുണ്ടുകളിലുമിട്ട് ഇബ്നു സിയാദ് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. ഈ ചുണ്ടുകളാണ് ഞങ്ങൾക്കെതിരെ ശബ്ദിച്ചത്, ഈ ചുണ്ടുകളാണ് ജനങ്ങളെ ഇളക്കിവിടാൻ ശ്രമിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ ഛേദനയറ്റ, ചലനമറ്റുപോയ, ചോര വറ്റിപ്പോയ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ചുണ്ടുകളിൽ ഇങ്ങനെ ഇട്ട് ക്രൂരമായി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന വൃദ്ധനായ ഒരു സഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചിരുന്ന സയ്യിദ് ഇബ്നു അർഖം എന്ന് പറയുന്ന ആ വൃദ്ധനായ സഹാബിയുടെ മനസ്സ് വേദനിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ചില ഓർമ്മകൾ, പഴയകാല ഓർമ്മകൾ കടന്നു വന്നു. എന്താണ് ആ ഓർമ്മകൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളുടെ മുഖം ഹസ്സനും ഹുസൈനും, റസൂലിന്റെ ഏകമകൾ, റസൂല് മരിക്കുമ്പോൾ ജീവിച്ചിരുന്ന ഏകസന്താനം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുട്ടികൾ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ ഹസ്സനും ഹുസൈനും. ആ പേരക്കുട്ടികളോട് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചിരുന്ന സ്നേഹം, ഫാത്തിമ തന്റെ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് തങ്ങളുടെ വെല്ലുപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഈ കുഞ്ഞുമക്കൾ വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഹസ്സനെയും ഹുസൈനെയും തന്റെ തോളിൽ കയറ്റിയിരുത്തുകയും റസൂൽ സുജൂദിലേക്ക് പോയാൽ ആ മക്കൾ റസൂലുള്ളാഹിന്റെ മുതുകത്ത് കയറിയിരിക്കും. എന്നിട്ട് തങ്ങളുടെ വെല്ലുപ്പയുടെ ശരീരത്തെ അവർ ഓടിക്കളിക്കും. അള്ളാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുമ്പോൾ പോലും ആ മക്കളെ തട്ടിമാറ്റുമായിരുന്നില്ല. തന്റെ പേരക്കുട്ടികളെ അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തോടെ അവരുടെ ചുണ്ടുകളിൽ അള്ളാഹുവിന്റെ റസൂൽ ധാരാളം ഉമ്മ കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ അവരെ ചേർത്ത് പിടിച്ച് ഉമ്മം വച്ചു. ഈ ചരിത്രമൊക്കെ ഈ സയ്യിദ് ഇബ്നു അർഖം എന്ന സഹാബിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ഇബ്നു സിയാദിനോട് ഗർജിച്ചു, അള്ളാഹുവിന്റെ ശത്രു മർജാദയുടെ പുത്ര, നീ എന്റെ അതിക്രമമാണ് ഈ കാണിക്കുന്നത്, നിനക്കറിയോ ഈ ചുണ്ടുകളുടെ പവിത്രത? വല്ലാഹി അള്ളാഹുവാണ് സത്യം, ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് പ്രാവശ്യം ചുംബനമർപ്പിച്ചിട്ടുള്ള ഉമ്മം വച്ചിരിക്കുന്ന ചുണ്ടുകളോടാണ് കേട്ടോ നീ ഇമ്മാതിരിയുള്ള അതിക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന. അള്ളാഹുവിന്റെ ശത്രു എടുത്തു മാറ്റൂ നിന്റെ വടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധനായ സഹാബി അവിടെ നിന്ന് ഗർജിക്കുകയായിരുന്നു. ഇബ്നു സിയാദ് പറഞ്ഞു, നീയൊരു വൃദ്ധനല്ലായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, പൊക്കൊള്ളണം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ നാട്ടി ഓടിക്കുകയാണ്. സയ്യിദ് ഇബ്നു അർഖം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞു, മുസ്ലിങ്ങളെ, മർജാനയുടെ പുത്രൻ ഇബ്നു സിയാദിനെ നേതാവാക്കുകയും ഫാത്തിമയുടെ പുത്രൻ ഹുസൈനെ കൊല്ലുകയും ചെയ്ത ഈ അക്രമിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്തിനായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഈ ത്യാഗം വരിച്ചത്? മരണപ്പെട്ടു, ഷഹാദത്ത് വരിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷവും അദ്ദേഹത്തിന്റെ ശരീരത്തോട് അനാദരവ് കാട്ടി. കണ്ടു നിൽക്കാൻ കഴിയാതെ വൃദ്ധരായ സഹാബികൾ പൊട്ടിക്കരഞ്ഞു. എന്തിനായിരുന്നു ഈ രൂപത്തിലുള്ള പീഡനങ്ങൾ? ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ത്യാഗം കർബലയിൽ സഹിച്ചത് എന്തിനു വേണ്ടി? എന്തായിരുന്നു ത്യാഗത്തിന്റെ കാരണം? വിസമ്മതം. ഈ സ്വേച്ഛാധിപത്യത്തിന് വഴങ്ങില്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ നട്ടെല്ലായ ഖിലാഫത്ത്, ആ ഖിലാഫത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ കുടുംബവാഴ്ചയിലേക്ക് എത്തിച്ചു. ഏകാധിപത്യത്തിന്റെ ലക്ഷണം കാണിച്ചപ്പോൾ ആ സ്വേച്ഛാധിപത്യത്തെയും കുടുംബവാഴ്ചയെയും അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ പൊരുതുന്നത്. അതാണ് കർബലയുടെ ചരിത്രം. അക്രമികളായ ഭരണാധികാരികളുടെ മുമ്പിൽ മുട്ടുകുത്തില്ല. ഇതൊരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ഈമാനികമായ ബാധ്യതയാണ്. അവരാണ് യഥാർത്ഥത്തിൽ റസൂലിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലുള്ള അനുയായികളാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? നാളെ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കഴിയാൻ ഈ ത്യാഗം വരിച്ചേ പറ്റൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സൂറത്തുൽ കൗസർ? എന്താണ് സൂറത്തുൽ കൗസറിന്റെ ചരിത്രം? എന്താണ് സൂറത്തുൽ കൗസറിന്റെ ഉള്ളടക്കം? എന്താണ് സൂറത്തുൽ കൗസർ നമുക്ക് നൽകുന്ന സന്ദേശം? എന്താണ് വിശുദ്ധ ഖുർആനിൽ ആ ഏറ്റവും ചെറുതാണെങ്കിലും ആ സൂറ നൽകുന്ന ഒരു പാഠം? ആ പാഠം നമ്മൾ പഠിക്കണം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. നബിയെ, ഇന്നാ അഅ്തൈനാകൽ കൗസർ,
നിനക്ക് നാം കൗസർ നൽകി. കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കസീർ, നിനക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അതുകൊണ്ട് നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും അവന് വേണ്ടി നീ ബലിയർക്കുകയും ചെയ്യണം. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. നിന്റെ ശത്രുവുണ്ടല്ലോ, അവനാണ് യഥാർത്ഥത്തിൽ വേരറ്റവൻ, അവനാണ് കൂമ്പറ്റുപോയവൻ, അവനാണ് വേരറ്റുപോയവൻ. നീ വേരറ്റവനല്ല, നിന്റെ ശത്രുവാണ് വേരറ്റവൻ. ഇതാണ് സൂറത്തുൽ കൗസറിന്റെ അർത്ഥം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നാം നിനക്ക് കൗസർ നൽകി. പ്രവാചകൻ അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ അനുഗ്രഹങ്ങളെ എല്ലാം ചേർത്താണ് കൗസർ എന്ന് പറയുന്നത്. അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നാളെ പരലോകത്ത് റസൂലിന് കൊടുക്കുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ജലാശയം. ഹൗദുൽ കൗസർ നാളെ മഹ്ശറയിൽ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്നതിന്റെ വിശദീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൗസർ അനുഗ്രഹമായി പറയുന്നത് ഹൗദുൽ കൗസറാണ്. ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമ്മൾ ഇതിനൊക്കെ മുമ്പും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ ഹദീസുകളിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ കേൾക്കാതെയും പോയിട്ടുണ്ട്. ഹൗദുൽ കൗസറിന്റെ ആ ആനുകൂല്യം നാളെ അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു പ്രത്യേകമായി കൊടുക്കുന്ന ഹൗദ് എന്ന് പറഞ്ഞാൽ ജലാശയം എന്നാണ്. പ്രവാചകന് പ്രത്യേകമായി അള്ളാഹു കൊടുക്കുന്ന ആ ജലാശയം, ആ ജലാശയത്തിന്റെ ആനുകൂല്യം ആർക്ക് കിട്ടും? ആർക്കാണ് ആ ആനുകൂല്യം കിട്ടാതെ പോവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ കൗസറിന്റെ വിശദീകരണത്തിൽ നിങ്ങൾ വായിക്കണം. റസൂൽ പറഞ്ഞു, അലാ വ ഇന്നി ഫറത്തുക്കും അലൽ ഹൗലി വ ഉകാസിറുബുക്കും അൽ ഉമമ ഫലാ തുസവ്വിദു വജ്ഹി. റസൂൽ പറയാണ്, അലാ നിങ്ങൾ അറിയണം, വ ഇന്നി ഫറത്തുക്കും അലൽ ഹൗലി, നിങ്ങളെക്കാൾ മുമ്പ് ഹൗലിന്റെ അടുത്ത് ഞാൻ എത്തിച്ചേരും. നിങ്ങളെക്കാൾ മുമ്പ് ഹൗദുൽ കൗസർ എന്ന ജലാശയത്തിന്റെ അടുത്ത് ഞാൻ എത്തിച്ചേരുന്നതാണ്. വൗകാസിറുബുക്കും അൽ ഉമമ, എന്റെ സമുദായത്തിന്റെ ആധിക്യത്തെ കൊണ്ട് മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ചുള്ള എന്റെ സമുദായത്തിന്റെ വലിപ്പം കണ്ട് ഞാനിങ്ങനെ അഭിമാനം കൊള്ളും. വൗകാസിറു ബിക്കും അൽ ഉമമ, നിങ്ങളുടെ ആധിക്യം കണ്ട് എന്റെ സമുദായത്തിന്റെ വലിപ്പം കണ്ട് മറ്റ് സമുദായങ്ങളെക്കാൾ എന്റെ സമുദായത്തിന്റെ എണ്ണം കണ്ട് ഞാൻ അഭിമാനം കൊള്ളും. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫലാ തുസവ്വിദു വജ്ഹി, അതുകൊണ്ട് എന്റെ മുഖത്തെ നിങ്ങളന്ന് കറുപ്പിക്കല്ലേ, എന്റെ മുഖത്തെ നിങ്ങളന്ന് കറുപ്പിച്ച് കളയരുത്, എന്നെ നിരാശനാക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വീണ്ടും റസൂൽ പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, വ ഇന്നി മുസ്തങ്കിദുൻ ഉനാസൻ വ മുസ്തങ്കദുൻ ഉനാസൻ, അന്ന് ഹൗദിൽ നിന്ന് ഈ ജലാശയത്തിൽ നിന്ന് ഞാൻ ചില ആളുകളെ അകറ്റുന്നവനായിരിക്കും, വേറെ ചില ആളുകൾ എന്നിൽ നിന്നും അകറ്റപ്പെടുന്നവരായിരിക്കും. ചില ആളുകളെ ഞാൻ അകറ്റും, വേറെ ചില ആളുകൾ എന്നാൽ ഞാൻ അറിയാതെ തന്നെ എന്നിൽ നിന്ന് അവർ അകറ്റപ്പെടും. അള്ളാഹു അവരെ അകറ്റും ഈ ജലാശയത്തിൽ നിന്ന്. അവരെ അകറ്റുമ്പോ ഞാൻ പടച്ചവനോട് പറയും, യാ റബ്ബി ഇന്നഹും അസ്ഹാബി, അവരെന്റെ സഹാബികളാണല്ലോ, അവരെന്റെ അനുയായികളാണല്ലോ, പടച്ചവനെ നീ എന്തിനാണ് അവരെ അകറ്റുന്നത്? അവരെ ഈ തടാകത്തിൽ നിന്ന് എന്താണ് പടച്ചവനെ നീ അവരെ അകറ്റുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, ഇന്നക ലാ തദ്രീ, നിനക്കറിയില്ല പ്രവാചകരെ, നിനക്കറിയില്ല, മാ അഹ്ദസു ബഅദക, നിനക്ക് ശേഷം അവരെന്തൊക്കെയാണ് ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കിയത്, നിനക്ക് ശേഷം അവരെന്തെല്ലാം പുത്തൻ ആചാരങ്ങൾ ഈ സമുദായത്തിൽ ചേർത്തു എന്ന് നിനക്കറിയില്ല. ആ കൂട്ടരാണ് ഇവര്, അതുകൊണ്ടാണ് അവരെ മാറ്റുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകന് മറുപടി കൊടുക്കും. ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസാണ് ഇന്ന് അറബ് ലോകത്ത് അരങ്ങേറുന്ന സ്വേച്ഛാധിപതിയായ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു പ്രചോദനം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഹൗദുൽ കൗസറുമായി തന്നെ ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്. റസൂൽ പറഞ്ഞു, അൻ കഅബ് ബിൻ ഉജറ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ ഉജറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. കാല, അദ്ദേഹം പറഞ്ഞു, കാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഉഈദു ബില്ലാഹ യാ കഅബ് മിൻ ഉമറാ, അലയോ കഅബേ, ഞാൻ അല്ലാഹുവിനോട് നിനക്ക് വേണ്ടി ശരണം തേടുന്നു. ഉഈദു ബില്ലാ,
ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു നിനക്ക് വേണ്ടി കഅബേ, ആരിൽ നിന്ന്? മിൻ ഉമറാ യകൂനൂന മിൻ ബഅദി, എനിക്ക് ശേഷം വരാൻ പോകുന്ന ചില ഭരണാധികാരികളിൽ നിന്ന്, എനിക്ക് ശേഷം വരാൻ പോകുന്ന ചില ഉമറാക്കളിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് കഅബേ, ഞാൻ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഫമൻ ഖശിയ അബ്വാബഹും ഫസദ്ദഖഹും ഫീ കദ്ബിഹിം വഅആനഹും അലാ ദുൽമിഹിം ഫലൈസ മിന്നി വലസ്തു മിൻഹു വലാ യരിദു അലൽ ഹൗലി. റസൂൽ പറഞ്ഞു, എനിക്ക് ശേഷം ചില ഭരണാധികാരികൾ വരും. അന്ന് ഫമൻ ഖശിയ അബ്വാബഹും ഫസദ്ദഖഹും അലാ കദ്ബിഹിം, അവരുടെ ഭരണാധികാരികളുടെ വാതിക്കൽ ചെന്ന് പൊതിഞ്ഞു നിൽക്കുകയും അവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയും എന്നിട്ട് അവരുടെ സകലമായ വ്യാജങ്ങൾക്കും അവരുടെ കളവുകൾക്ക് കൂട്ടുനിൽക്കുകയും ഫസദ്ദഖഹും ഫീ കദ്ബിഹിം, ഈ ഭരണാധികാരിയുടെ വാതിക്കൽ ചെന്ന് പൊതിഞ്ഞു നിൽക്കുകയും എന്നിട്ട് അവരുടെ കളവുകളെ സത്യപ്പെടുത്തുകയും വഅആനഹും, അവരെ സഹായിക്കുകയും അലാ ദുൽമിഹിം, അവർ ചെയ്യുന്ന അതിക്രമങ്ങളുടെ പേരിൽ. ഈ ഭരണാധികാരികൾ ചെയ്യുന്ന അതിക്രമങ്ങളെ സഹായിക്കുകയും അവരെ പിന്തുണക്കുകയും അവരുടെ വാതിൽക്കൽ ചെന്നിങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയും അവരുടെ കളവുകളിൽ അവരെ അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ ഫലൈസ മിന്നി, അത്തരം ആളുകൾ എന്നിൽപ്പെട്ടവരല്ല. വലസ്തു മിന്നു, ഞാൻ അവരിൽപ്പെട്ടവനുമല്ല. വലാ യരിദു അലൽ ഹൗലി, എന്റെ ഹൗലിൽ നാളെ അത്തരം ആളുകൾക്ക് വെള്ളം കിട്ടുകയില്ല. എന്റെ തടാകത്തിൽ അവർക്ക് വരാൻ കഴിയില്ല. വലാ യരിദു അലൽ ഹൗലി, അക്രമികളായ ഭരണാധികാരികൾക്ക് കുടപിടിക്കുന്ന, അക്രമികളായ ഭരണാധികാരിയുടെ കള്ളങ്ങൾക്ക് സത്യപ്പെടുത്തുന്ന, അവരെ ആ വിഷയത്തിൽ സഹായിക്കുന്ന ആളുകളെ പറ്റിയാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അവർക്ക് നാളെ എന്റെ തടാകത്തിൽ വരാൻ കഴിയില്ല. വീണ്ടും റസൂൽ പറഞ്ഞു, വമൻ ഖശിയ അബ്വാബഹും ഔലം യഗ്ഷ് ഫലം യുസദ്ദിഖുഹും ഫീ കദ്ബിഹിം വലം യുഇൻഹും അലാ ദുൽമിഹിം. എന്നാൽ ആരാണോ ഇത്തരം ഭരണാധികാരികളുടെ കവാടങ്ങളിൽ പൊതിയുകയോ പൊതിയായിരിക്കുകയോ, പൊതിഞ്ഞു നിന്നുകൊണ്ടോ പൊതിയാതെ കൂട്ടം കൂടി നിൽക്കുന്നതിനെ പറ്റിയാണ്. ജനമിങ്ങനെ തടിച്ചുകൂടുക, ഭരണാധികാരികളുടെ കവാടങ്ങളിൽ, അവരുടെ അധികാര കേന്ദ്രത്തിന്റെ കവാടങ്ങളിൽ ജനം പൊതിഞ്ഞോ അല്ലാതെയോ നിൽക്കുകയും ഫലം യുസദ്ദിഖുഹും, പക്ഷേ അവരുടെ കളവുകളിൽ അവരെ അംഗീകരിക്കുന്നില്ല, അവരുടെ അക്രമങ്ങളിൽ അവരെ സഹായിക്കുന്നില്ല. ജനം വന്നത് ഈ ഭരണാധികാരികളെ സഹായിക്കാനല്ല. നേരത്തെ ഒരു കൂട്ടര് ഭരണാധികാരികളുടെ കവാടങ്ങളിൽ വന്നിരുന്നു അവർക്ക് ഒത്താശ പറയുവാൻ, അവരോട് മൗനം ദീക്ഷിക്കുവാൻ. എന്നാൽ വേറൊരു കൂട്ടർ അവർ ഭരണാധികാരികളുടെ കവാടങ്ങളെ പൊതിയും, പക്ഷേ അവർ വരുന്നത് അക്രമികളായ ഈ ഭരണാധികാരികളുടെ കളവുകൾക്ക് സത്യസാക്ഷ്യം വഹിക്കുവാനല്ല, അവരെ സത്യപ്പെടുത്തുവാനല്ല. അവരെ സത്യപ്പെടുത്താതിരിക്കുകയും അവരുടെ അതിക്രമങ്ങളിൽ അവരെ സഹായിക്കാതിരിക്കുകയും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഫഹുവ മിന്നി വയരിദു അലൽ ഹൗദി വസയരിദു അലൽ ഹൗദി, അവരെന്നിൽപ്പെട്ടവരാണ്. ഞാൻ ആ സംഘത്തിന്റെ ഒപ്പമാണ്. അവരെന്റെ തടാകത്തിൽ വരികയും എന്റെ ജലാശയം അവർ അനുഭവിക്കുകയും ചെയ്യും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സഹീഹിൽ റിവായത്ത് ചെയ്യുന്നു. ഔദുൽ കൗസറിന്റെ ഒരു സന്ദേശമാണത്. ആർക്കാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജലാശയത്തിന്റെ ആനുകൂല്യം ലഭിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ല, ഏതാണ് ഏറ്റവും വലിയ ജിഹാദ്? അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹക്കിൻ ഇൻദ സുൽത്താനിൻ ജാഇർ. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ വിസമ്മതം പ്രകടിപ്പിക്കലാണ് ഏറ്റവും വലിയ ജിഹാദ്. സത്യം തുറന്നു പറയുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ആ ജിഹാദ് നിർവഹിക്കുന്ന ആളുകൾക്കാണ് നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രത്യേകമായ ഹൗൽ എന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന ഒരു കൂട്ടർ. അവർ മാത്രമാണ് അതിലേക്ക് വരിക എന്നതല്ല, അള്ളാഹുവിന്റെ റസൂലിന് പ്രത്യേകമായി കൊടുക്കുന്ന ആ ഹൗലിന്റെ ആനുകൂല്യം ലഭിക്കുന്ന ഒരു കൂട്ടർ ഈ കൂട്ടരാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുകയാണ്. അറബ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബവാഴ്ചയുടെ അടിത്തറയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപതികളും സ്വേച്ഛാധിപതികളുമായ ഭരണകൂടങ്ങൾക്കെതിരിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ, ജനകീയ സമരങ്ങളാണ്. ഏതെങ്കിലും ഒരു സംഘടന മാത്രം മുൻകൈയെടുത്തുകൊണ്ട് നടത്തുന്ന സമരങ്ങളല്ല. ഈ സമരങ്ങളുടെ ആദർശ അടിത്തറ എന്ന് പറയുന്നത്, ഈ സമരങ്ങളുടെ ഇസ്ലാമികമായ പിൻബലം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹദീസുകളൊക്കെ തന്നെയാണ്. സ്വേച്ഛാധിപത്യത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത കുടുംബവാഴ്ചയെ അംഗീകരിക്കാൻ ഇസ്ലാമിനോ മുസ്ലിം ലോകത്തിനോ മുസ്ലിങ്ങൾക്കോ സാധ്യമല്ല. വൈകിയാണെങ്കിലും മുസ്ലിം ലോകത്തെ അലയടിക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ നൽകുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഇതാണ്.
ഏകാധിപതികൾ മാറുക, ജനാഭിലാഷങ്ങൾ പരിഗണിക്കുന്ന ഭരണാധികാരികൾ തെരഞ്ഞെടുക്കപ്പെടാൻ പോവുക. ഈ അർത്ഥത്തിലാണ് ഈ സമരങ്ങൾ മുസ്ലിം ലോകത്തിന് ഒരു പ്രത്യാശ നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ലോകം മുഴുവൻ അറബ് ലോകത്ത് നടക്കുന്ന ഈ മാറ്റങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് ശേഷം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മക്കളെയും മരുമക്കളെയും ഒക്കെ അധികാരത്തിൽ സ്ഥാപിച്ചതിന് ശേഷം ഈ ലോകത്തോട് വിട പറയുന്ന സ്വേച്ഛാധിപതികൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ ജനകീയമായ സമരങ്ങൾ. ഇത്തരം സ്വേച്ഛാധിപത്യത്തിനും സ്വേച്ഛാധിപതികൾക്കും എതിരെ, കുടുംബവാഴ്ചക്കുമെതിരെ വിസമ്മതിച്ച മുഴുവൻ ആളുകളെയും കുന്നുകളഞ്ഞ ചരിത്രമാണ് ഇത്തരം ഭരണാധികാരികൾക്കുള്ളത്. അറേബ്യയുടെയൊക്കെ ചരിത്രം നമ്മൾ അറിയണം. ഗൾഫ് രാജ്യങ്ങളിലും അറബ് നാടുകളിലും അവിടുത്തെ ജയിലുകളിൽ ഒരുപാട് പണ്ഡിതന്മാർ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ജയിലുകളിൽ ഒരുപാട് ഉലമാക്കൾ അവിടുത്തെ തുറുങ്കുകളിൽ കഴിയുന്നുണ്ട്. അവരേതെങ്കിലും കളവ് നടത്തുകയോ കുറ്റം ചെയ്യുകയോ ചെയ്തവരല്ല, മറിച്ച് അറബ് ലോകത്തേക്ക് കടന്നു വന്ന അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വെള്ളിയാഴ്ച ഖുതുബകളിൽ പ്രസംഗിച്ചു എന്നതാണ് അവർ ചെയ്ത കുറ്റം. അമേരിക്കക്കും സാമ്രാജ്യത്വത്തിനുമെതിരെ മിമ്പർ ഉപയോഗിച്ചു. അവിടുത്തെ ഭരണാധികാരികൾ അത് നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഖുതുബകളൊന്നും പാടില്ല. അങ്ങനത്തെ വല്ല ഖുതുബയും നടത്തിയാൽ ആ ഇമാമ് മിമ്പറിൽ നിറങ്ങുന്നത് പിന്നെ നേരെ ജയിലിലേക്കാണ്. അങ്ങനെ അറബ് ലോകത്തെ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. തൂക്കിലേക്കറ്റപ്പെട്ട നവോത്ഥാന നായകന്മാരും പണ്ഡിതന്മാരുമുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു, അറബ് ലോകത്തെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ, അറബ് ലോകത്ത് നവോത്ഥാന സംരംഭങ്ങൾക്ക് തുടക്കം മുതലേ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഇസ്ലാമിക പ്രസ്ഥാനം, അതിന്റെ സ്ഥാപകനായ ഹസനുൽ ബന്നയെ ഭരണകൂടം വെടിവെച്ചു കൊന്നുകളഞ്ഞു. പിന്നീട് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നായകത്വം ഏറ്റെടുത്ത ഷഹീദ് സയ്യിദ് കുത്തുബ് ഫീ ദിലാലിൽ ഖുർആൻ, ഖുർആനിന്റെ തണലിൽ എന്ന പ്രൗഢോജ്വലമായ ഒരു ഖുർആൻ പരിഭാഷ തഫ്സീർ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്ത സയ്യിദ് കുത്തുബ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തെയും ഈജിപ്ത് ഭരണകൂടം തൂക്കിക്കൊല്ലാൻ വിധിച്ചു, തൂക്കിക്കൊന്നു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഈജിപ്തിലെ പട്ടാള ഭരണകൂടം, ഈജിപ്തിലെ ഭരണാധികാരികൾ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഭരണകൂടത്തിന്റെ ഒരു ഏജന്റ് സയ്യിദ് കുത്തുബിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ എഴുതിയൊരു പുസ്തകമുണ്ടല്ലോ, മആലിമുൻ ഫി ത്വരീഖ്, വഴിയടയാളങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിന് അവസാനത്തെ അധ്യായം താങ്കൾ ഒഴിവാക്കിയാൽ ഈ തൂക്കുമരത്തിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാം. വഴിയടയാളങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സയ്യിദ് കുത്തുബിന്റെ മആലിമുൻ ഫി ത്വരീഖ് എന്ന പ്രൗഢോജ്വലമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അവസാനത്തെ അധ്യായം താങ്കളൊന്ന് ഒഴിവാക്കിയാൽ ഈ തൂക്കുകയറിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നമസ്കാരത്തിൽ തശഹുദിന്റെ വേളയിൽ അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന ഈ വിരലുകൊണ്ട് ഒരു സ്വേച്ഛാധിപതിക്ക് ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയില്ല. അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന നമസ്കാരത്തിൽ തശഹുദിൽ അള്ളാഹുവിന്റെ ഏകത്വം അറിയിക്കാൻ വേണ്ടി ചലിപ്പിക്കുന്ന ഈ വിരലുകൊണ്ട് ഒരു സ്വേച്ഛാധിപതിക്ക് അനുകൂലമായി ഞാൻ ഒപ്പിട്ട് കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ അധ്യായം ഒഴിവാക്കാമെന്ന് താങ്കൾ ഒരു ഒപ്പിട്ട് തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഏജന്റ് വന്നത് എന്നാണ്. അത്രയും ധീരോദാത്തമായ നിലപാട്, മരണമാണ് അവർ മുന്നിൽ കണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വഅഹ്ലാ ഫീ സബീലില്ലാ അൽ മൗത്ത് ഫീ സബീലില്ലാഹി അഹ്ലാ അമാനീന. അങ്ങനെയുള്ള രക്തസാക്ഷികൾ, അവരുടെ ഒന്നും രക്തസാക്ഷിത്വം പാഴായിട്ടില്ല. കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെ പറ്റി അല്ലാമ ഇഖ്ബാൽ പറഞ്ഞില്ലേ, ഇസ്ലാം ജിന്ദാ ഹോത്താ ഹേ ഹർ കർബലേ കെ ബാദ്. ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതുപോലെ ഓരോ രക്തസാക്ഷികളുടെയും രക്തം പാഴാവുന്നില്ല. മുസ്ലിം ലോകത്തെ സ്വേച്ഛാധിപതികൾക്ക് ഉറക്കം കൊടുത്തുന്ന നവോത്ഥാന സംരംഭങ്ങളായി ഇന്നും അതിങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനിതൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിനും ഇപ്പോഴും ചില ആളുകൾക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വെള്ളിയാഴ്ച ജുമാ ഖുതുബകളിൽ ഇത്തരം കാര്യങ്ങളാണോ പറയേണ്ടത് എന്ന് ഇനിയും ദഹിക്കാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. മുസ്ലിം ലോകത്തിന്റെ ചലനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, എന്ന് മാത്രമല്ല വളരെ സങ്കടകരമായ അവസ്ഥ.
ലോകം മുഴുവൻ അറബ് ലോകത്ത് നടക്കുന്ന ഈ ജനകീയ സമരങ്ങൾ അംഗീകരിക്കുകയും മതേതര രാജ്യങ്ങൾ പോലും ഈ ജനകീയ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കേരളത്തിലെ ഒരു മതസംഘടന മാത്രം അതിന്റെ മാസികയിൽ ഈ ജനകീയ സമരങ്ങളെ അപഹസിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾക്ക് അനുകൂലമായി ഒരു തലക്കെട്ട് ഇങ്ങനെ: അറബ് ലോകത്തെ തകർക്കാൻ കലാപങ്ങൾ തീർക്കുന്നവർ എന്ന തലക്കെട്ടിൽ ഇപ്പൊ നടക്കുന്ന ഈ ജനകീയ സമരങ്ങളെ മുഴുവൻ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെയുമുണ്ട്. ലോകം മുഴുവൻ ഈ ജനകീയ സമരങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സംഗതി. ഈജിപ്തിലെ ഹുസ്നി മുബാറക്ക് അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈജിപ്തിലെ കൈറോവിലെ തഹരീർ സ്ക്വയർ, ആ തഹരീർ സ്ക്വയറിൽ ഈജിപ്തിലെ ഹുസ്നി മുബാറക്ക് പോയതിനു ശേഷം നടന്ന വെള്ളിയാഴ്ചയിലെ ജുമാ 20 ലക്ഷത്തിലേറെ ആളുകളാണ് തഹരീർ സ്ക്വയറിലെ ജുമാക്ക് പങ്കെടുത്തത്. ലോകപ്രശസ്ത പണ്ഡിതൻ യൂസുഫുൽ കർലാവി 20 ലക്ഷം ആളുകൾക്ക് തഹരീർ സ്ക്വയറിൽ, പള്ളിയിലല്ല, ഈജിപ്തിലെ തഹരീർ സ്ക്വയറിൽ നടന്ന 20 ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്ത ജുമാ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഭരണാധികാരികൾ അദ്ദേഹത്തെ നാടുകടത്തിയതാണ് ഖത്തറിലേക്ക്. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. 20 ലക്ഷത്തോളിലേറെ ആളുകൾ പങ്കെടുത്ത ജുമാ. സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പുലരി ഈജിപ്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ ലോകത്ത് നടക്കുമ്പോഴും അതിനെ ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ ചില സഹോദരങ്ങൾ. ഞാനിതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലോകത്ത് നടക്കുന്ന ഈ സംഭവങ്ങൾ നമ്മുടെ കൂടി സംഭവങ്ങളാണ്. മുസ്ലിം ലോകത്തിന്റെ ഭാഗമാണിത്, നമ്മളും. അതുകൊണ്ട് ഈ സംഭവങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, പടച്ചവനോട് പ്രാർത്ഥിക്കുവാൻ. കാരണം ഇതൊരു അരാജകത്വത്തിലേക്ക് പോകരുത്. ഈ ജനകീയ സമരങ്ങൾ ഒരിക്കലും അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും പോകാം. അച്ചടക്കത്തോടുകൂടി ഈ ജനങ്ങൾക്ക് അവരുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കഴിയണം. ആ അർത്ഥത്തിൽ ആ സഹോദരങ്ങളോട്, അവിടുത്തെ മുസ്ലിങ്ങളോട് ഒട്ടി നിൽക്കുവാൻ നമ്മുടെ മനസ്സാക്ഷികൾക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അവതരിപ്പിക്കാനും ശ്രമിച്ചത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തൊക്കെ പഠിക്കുമ്പോൾ ഈ സൂറത്തുകൾ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, ചില ദൗത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നും നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون ونشهد أن حبيبنا وقدوتنا محمد بن عبد الله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين
وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار، وأدخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض، واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.